മാങ്കുളം CSI സഭ ഈ ലെൻറ്റ് സീസണിൽ നവമാധ്യമങ്ങളിലൂടെ ദൈവജനത്തെ ക്രിസ്തുവിലൂടെ യാത്ര ചെയ്യാൻ സഹായിക്കുന്നതിൽ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ സഭാ ശുശ്രൂഷകൻ, കമ്മിറ്റി അംഗങ്ങൾ, യുവജന സംഘടനാംഗങ്ങൾ, വിശ്വാസികൾ എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ അറിയിക്കട്ടെ. ഇന്ന് ഉയർപ്പ് ഞായറാഴ്ചയാണ്. ക്രൈസ്തവ വിശ്വാസികൾക്ക് വളരെ അഭിമാനം നൽകുന്നതാണ് ക്രിസ്തു മരണത്തിന്മേൽ ജയം പ്രാപിച്ചു അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റു എന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും നാം എല്ലാവരോടും നിറയുമാറാകട്ടെ. പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് യേശു ഉയർത്തെഴുന്നേറ്റത് പ്രത്യാശയുടെയും പുതിയ ജീവിതത്തിൻ്റെയും സന്ദേശമാണ്. ഈ ഈസ്റ്റർ നമുക്ക് പുതിയ തുടക്കങ്ങൾക്കും ദൈവത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനും പ്രയോജനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഉയർപ്പ് ഞായറാഴ്ച ചില ചിന്തകളെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എന്താണ് ഉയർപ്പിൻ്റെ പ്രാധാന്യം? സിഗ്നിഫിക്കൻസ് ഓഫ് റിസറക്ഷൻ. ഒന്ന്, പാപത്തിന്മേലുള്ള വിജയം, വിക്ടറി ഓവർ സിൻ. യേശുവിൻ്റെ മരണം നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ യാഗം ദൈവം സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാം. വീണ്ടും നാം നോക്കുമ്പോൾ ഉയർപ്പിൻ്റെ പ്രാധാന്യം മരണത്തിന്മേലുള്ള വിജയം, വിക്ടറി ഓവർ ഡെത്ത്. മരണം എന്നത് അവസാനമല്ല. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് നിത്യജീവൻ്റെ പ്രത്യാശ ലഭിച്ചിരിക്കുന്നു. വീണ്ടും നാം നോക്കുമ്പോൾ ഈ ഉയർപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ സൃഷ്ടി, ന്യൂ ക്രിയേഷൻ. ഉയർത്തെഴുന്നേൽപ്പ് ഒരു പുതിയ തുടക്കമാണ്. പഴയ ജീവിതം അവസാനിച്ചു, ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടികളായി തീർന്നു. 2 കൊരിന്ത്യർ 5:17 നമ്മളിങ്ങനെ വായിക്കുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നാം കാണുന്ന മറ്റൊരു ചിന്ത നീതിമീകരണം, ജസ്റ്റിഫിക്കേഷൻ. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നാം ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നു, അഥവാ നീതിമാന്മാരായി കണക്കാക്കപ്പെടുന്നു. റോമർ 4:25 ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം, പ്രോമിസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. അത് നമ്മെ ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഈ ഉയർപ്പുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകളായിട്ട് നമുക്ക് കാണാൻ സാധ്യമാകും. ഇനി നമ്മളുടെ ഈ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രാധാന്യം നൽകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് തരുന്ന സന്തോഷങ്ങളെന്ന് നമുക്ക് നോക്കാം. പ്രത്യാശയാണ് കർത്താവിൻ്റെ ഈ ഉയർപ്പിലൂടെ നമുക്ക് നൽകുന്ന ഒരു പ്രധാന ചിന്ത. പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും പ്രത്യാശ കൈവിടാതെ ജീവിക്കാൻ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ പഠിപ്പിക്കുന്നു. യേശു വിജയിച്ചതുപോലെ നാമും വിജയം വരിക്കും. വീണ്ടും നമുക്ക് തരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ക്ഷമയും സ്നേഹവുമാണ്. ഫർഗീവ്നെസ് ആൻഡ് ലവ്. ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതുപോലെ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും സ്നേഹിക്കാനും കടമപ്പെട്ടവരാണ് എന്ന ചിന്ത നമുക്ക് നൽകുന്നു. വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സേവനത്തിനായിട്ട് നമ്മെ ഒരുക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ മറ്റുള്ളവരെ സേവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വീണ്ടും നമ്മൾക്കിവിടെ കാണുന്നത് ഒരു സാക്ഷ്യമാണ്, വിറ്റ്നസ്സാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷ വാർത്ത മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു കടമയാണ് കർത്താവ് നമുക്കായിട്ട് നൽകുന്നത്. വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിത്യജീവൻ്റെ ഉറപ്പ്, അഷ്വറൻസ് ഓഫ് എറ്റേണൽ ലൈഫ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണാനന്തര ജീവിതമുണ്ട് എന്ന ഉറപ്പ് ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകുന്നു. ശൂന്യമായിട്ടുള്ള ഒരു കല്ലറയാണ് നമുക്കിവിടെ കാണുന്നത്. യേശുവിനെ സംസ്കരിച്ച കല്ലറ ഞായറാഴ്ച രാവിലെ ശിഷ്യന്മാർ കണ്ടെത്തിയത് ശൂന്യമായിരുന്നു എന്നതാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഏറ്റവും ശക്തമായ ചരിത്രപരമായ തെളിവുകളിൽ ഒന്നാണ് ഇത്. ഒരുപക്ഷെ കല്ല് ആര് ഉരുട്ടി മാറ്റും എന്ന ഭാരത്തോടുകൂടെ പോയ സ്ത്രീകൾക്ക്
അവരുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ഭാരമെല്ലാം മാറി ഒരു ഒഴിഞ്ഞ കല്ലറ അവർക്ക് ദർശിക്കാനായിട്ട് സാധ്യമായി. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന സ്ത്രീകളുടെ ഒരു സാക്ഷ്യം, മറിയ മഗ്ദലയും മറ്റ് സ്ത്രീകളും പുലർച്ചെ കല്ലറയിലെത്തിയപ്പോൾ അത് തുറക്കപ്പെട്ടതും ശൂന്യവുമായിരുന്നു. അപ്പോഴത്തെ സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീകളുടെ സാക്ഷ്യത്തിന് വലിയ വില കൽപ്പിച്ചില്ല എങ്കിലും സുവിശേഷങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. ശിഷ്യന്മാരുടെ ഒരു പ്രതികരണം നമുക്ക് കാണാം. പത്രോസും യോഹന്നാനും ഓടി കല്ലറയിൽ ചെന്ന് അത് ശൂന്യമായി കണ്ടു. അവർ ആദ്യം വിശ്വസിച്ചില്ല എങ്കിലും പിന്നീട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടുമുട്ടിയതിലൂടെ അവരുടെ വിശ്വാസം ഉറച്ചു. ഇവിടെ നമുക്ക് ശത്രുക്കളുടെ വിശദീകരണമൊന്നും നമുക്ക് ലഭ്യമാകുന്നില്ല എങ്കിൽ തന്നെയും തുടർന്ന് വളരെ പീഡനങ്ങളും കഷ്ടതകളും ഒക്കെ സഹിക്കേണ്ടി വന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ കാണുന്നത്. ഒരുപക്ഷെ കർത്താവിൻ്റെ ശിഷ്യന്മാരുമായി ചേർന്നുള്ള ഒരു പെസഹ ആചരണം ഒരു സമൂഹമായിട്ട് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ യേശുവിനും ശിഷ്യന്മാരെയും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് പെസഹ ആചരിച്ചതിലൂടെ കർത്താവിനോട് കൂടെ നിൽക്കാനും ആ കർത്താവിനോട് കൂടെ നിന്ന് വേദനകൾ സഹിക്കാനുള്ള ഒരു പ്രചോദനമാണ് ലഭ്യമായത്. അപ്പോൾ ഈ നാളുകളിൽ കർത്താവ് നൽകിയ ചിന്തകളിലൂടെ എല്ലാം ഈ ഉയർപ്പിൽ ലഭ്യമായ ആ സന്തോഷത്തെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞു. പുതിയ ഉത്തരവാദിത്വങ്ങളോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഈ 2025 വർഷത്തിലും കർത്താവ് നമുക്കായിട്ട് നൽകിയ ഈ ഉയർപ്പിൻ്റെ ദിനം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ പുതിയ അനുഭവങ്ങളും പുതിയ ചിന്തകളും പുതിയ പ്രത്യാശയോടുകൂടെയുള്ള ജീവിതവും എല്ലാം നയിക്കാനും അതിലൂടെ കർത്താവിന് സാക്ഷികളായിട്ട് നിൽക്കാനും നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതങ്ങളിലും ക്രിസ്തുവിൻ്റെ ഉയർപ്പ് യാഥാർത്ഥ്യമാകാൻ, മറ്റുള്ളവർക്ക് നമ്മിലൂടെ ക്രിസ്തുവിനെ കാണാൻ എല്ലാം സാധ്യമാകട്ടെ. ക്രിസ്തുവിൻ്റെ മുഖത്തെ നമ്മളുടെ മുഖത്തിലൂടെ മറ്റുള്ളവർക്ക് കാണാനും അതിന് കാരണമാകട്ടെ. കർത്താവ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അത് ഒരു ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യാശ നൽകുന്നു. നമുക്കൊരു മരണത്തിന്മേൽ ഒരു വിജയമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അന്ത്യശത്രുവിന്മേൽ ഒരു വിജയം നമുക്ക് കർത്താവ് നൽകുന്നു. അത് ഉയർപ്പ് നമുക്ക് യാഥാർത്ഥ്യമാക്കി തന്നു. അങ്ങനെ ഉയർപ്പ് നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ വിശ്വാസികൾക്കും ശബ്ദം ശ്രവിക്കുന്നവർക്കെല്ലാവർക്കും പുതിയ അനുഭവങ്ങൾ പങ്കിടാൻ ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ മാങ്കുളം CSI സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും ഈ ഉയർപ്പിൻ്റെ സന്തോഷം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.